ചൈന ഗ്രാസും കണ്ടൻസ് മിൽക്കൊന്നും ഇല്ലാതെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. മിൽക്കും കസ്റ്റർഡ് പൗഡറും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിൽ മിൽക്കും ഷുഗറും മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. ഇനി ആ കസ്റ്റർഡ് മിക്സ് ഇട്ടെടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതവിടെ തണക്കട്ടെ. ബിസ്ക്കറ്റ്സ് സോക്ക് ചെയ്യാനുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. മിൽക്കും പുഡിംഗ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുത്ത് സോക്ക് ചെയ്ത് പുഡിംഗ് ട്രേയിലേക്ക് വെച്ചെടുക്കാം. ഓരോ ബിസ്ക്കറ്റ്സും ഇതുപോലെ സോക്ക് ചെയ്ത് ഇനി ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ പുഡിംഗ് ഇട്ട് കൊടുക്കാം. നല്ല ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ബനാന വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. സോക്ക് ചെയ്ത ബിസ്ക്കറ്റ്സ് വെച്ചെടുക്കാം. അതിന്റെ മുകളിൽ വീണ്ടും പുഡിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇത്ര ചെയ്ത് വേണമെങ്കിൽ നിർത്താം. പക്ഷെ കുറച്ചും കൂടി മുഞ്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ട്രസ്റ്റ് മീ ഗൈസ്, കാണാനുള്ള മുഞ്ച് മാത്രമല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പെരുന്നാളിനും പരിപാടികൾക്കും സൽക്കാരത്തിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.